നമ്മളെ വണ്ടി ഓടിക്കുന്ന വീഡിയോ എല്ലാം കണ്ടിട്ട് ചില കാസർഗോട്ടുകാർ പറയുന്നത് പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ, മനസ്സിലായെങ്കിലല്ലേ ശരിക്കും നമുക്ക് ഇതിനോട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് എന്ത് കാര്യമെന്ന്. അപ്പൊ നിങ്ങൾ കാസർഗോട്ടുകാർക്ക് വേണ്ടിയിട്ടുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഇൻഡിക്കേറ്റർ കുത്തല്ലേ കൈകൊണ്ട്? എങ്ങനെ കുത്തുന്നത്? അങ്ങോട്ട് താഴോട്ട് കുത്തും, മേലോട്ട് കുത്തും, അങ്ങനെ കുത്തിയിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്. ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ എപ്പോൾ കുത്തരുന്നത് നിങ്ങൾക്ക് ശരിക്കും അറിയുന്നുണ്ടോ? അറിഞ്ഞിട്ട് തന്നെ കുത്തുന്ന അല്ല അറിയാണ്ട് കുത്തുന്നതാ? ഇങ്ങനെ എപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എന്താ ചെയ്യല്? വണ്ടി ഓടിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും തിരിയണെന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിൽ നിങ്ങൾ എപ്പോൾ നിരീക്കുന്ന അപ്പോൾ നിങ്ങൾ കൈകൊണ്ട് കുത്തും. കുത്തല് തിരിയലും എല്ലാം ഒക്കെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു കറക്റ്റല്ലേ? നിങ്ങൾ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന തിരിയണ അപ്പോൾ തന്നെ കുത്തും, അപ്പോൾ തന്നെ തിരിയും. ഇത് തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് എന്താ പ്രശ്നം? ഇങ്ങനെ ചെയ്യില്ല, എന്ത് പ്രശ്നം ഉണ്ടാവും? നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കിനാ? ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ എന്താ പ്രശ്നം സംഭവിക്കുകയെന്ന് നിങ്ങൾ നോക്കുക. ഇങ്ങനെ വന്നിട്ട് കുത്തുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇൻഡിക്കേറ്റർ താഴത്തേക്ക് കുത്തിയിട്ട് ബലത്തേക്ക് തിരിയുന്നു വിചാരിക്കുക. ബാക്കിൽ വരുന്ന വണ്ടിക്കാരന് എങ്ങനെ അറിയും നിങ്ങൾ തിരിയുന്നോ തിരിയുന്നില്ലെന്ന്? എങ്ങനെ പെട്ടെന്ന് ഓന് മനസ്സിലാവും? ഓന് മനസ്സിലാണ്ടേ? മനസ്സിലായാലല്ലേ ഓന് വണ്ടി നിർത്താൻ കഴിയൂ. നിങ്ങളെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഓന് ചവിട്ടാൻ നിങ്ങൾ സമയം കൊടുക്കുന്നുണ്ടാ? നിങ്ങൾ ഇൻഡിക്കേറ്റർ കുത്തുന്ന ബലത്തേക്ക് നിങ്ങൾ തിരിയുന്നു, മറ്റോന് ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ വന്നിട്ട് നിങ്ങളെ ബാക്കിൽ കുത്തുന്നു. നിങ്ങൾ പറഞ്ഞ് എന്റെ ബാക്കിൽ വണ്ടി കുത്തിന്ന് എന്ത് കാരണത്തിൽ പറയുന്നത്? നിങ്ങൾ ചെയ്തല്ലേ തെറ്റ്? നിങ്ങൾ അപ്പൊ തന്നെ തിരിയാൻ പാടുണ്ടാ? അങ്ങനെ തിരിഞ്ഞെങ്കിൽ ബാക്കിൽ തോന് വണ്ടി കൺട്രോൾ ആക്കാൻ പറ്റുക? നല്ല സ്പീഡിൽ വരുന്നെങ്കിൽ ഓന് വണ്ടി കൺട്രോൾ ആക്കാൻ പറ്റുക? ഇതല്ലാന്ന് നമ്മളെ ആൾക്കാർ ചെയ്യുന്നത്. നമ്മളെ ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് പറയുന്ന ബാക്കിൽ തോന കുറ്റം പറയുമ്പോ വലിയ ഉസാറ് നമുക്ക്. ഓന്റെ ബാക്കിൽ വന്നിട്ട് കുത്തി. നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കലുണ്ടാ? ഇല്ല. ഇങ്ങനെയാണ് പല ആളുകളും ചെയ്യുന്നത്. കാസർഗോട്ടാറ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തലയിൽ കുറച്ച് ബുദ്ധിയെല്ലാം വേണം നിങ്ങൾക്ക്. നിങ്ങൾ ആലോചിക്കണം, ആലോചിച്ചിട്ട് ചെയ്യണം. ഇതൊന്നും അറിയാതെ വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് തിരിയുമ്പോൾ ബയ്യെ കുത്തി പറഞ്ഞിട്ട് നിങ്ങൾ കംപ്ലൈന്റ് ആക്കണ്ട. നിങ്ങൾ കംപ്ലൈന്റ് ആക്കി കഴിഞ്ഞാൽ കംപ്ലൈന്റ് നിങ്ങൾക്ക് തന്നെ വരും. നിങ്ങൾക്ക് തന്നെ മടങ്ങിയിട്ട് വരുമ്പോൾ നിങ്ങൾ പഠിക്കും. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് പറഞ്ഞു നോക്കിക്കോളി, നിങ്ങൾക്ക് പ്രശ്നം വരും. എവിടെയെങ്കിലും CCTV ക്യാമറ എല്ലാം റോഡിന് സൈഡിലെല്ലാം ഉണ്ടാവും. ഇപ്പോൾ അതിലെല്ലാം ചെക്ക് ആക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ അപ്പം ഇൻഡിക്കേറ്റർ ഇട്ട് അപ്പം തിരിഞ്ഞു. ഇത് രണ്ടും ഒക്കെ ഞാന്നുണ്ടെങ്കിൽ പണി കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന്. ഇനി ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള സംഭവങ്ങളെല്ലാം വരും. പിന്നെ മനസ്സിലായിട്ടാ ഇങ്ങ പറയണ്ട. ഇപ്പൊ ഇങ്ങക്ക് സംഭവം ഞാൻ പറഞ്ഞ പൊടിയിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കാസർഗോട്ട് ആരും മനസ്സിലായിട്ടാന്ന് പറയണ്ട, ഇങ്ങക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോ ഇനി നിങ്ങൾ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോയിട്ട് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഞമ്മ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. എന്നിട്ട് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ കുത്തണം. എപ്പോൾ കുത്തണം? വണ്ടി തിരിയുന്നതിന് കുറച്ച് മുന്നേ തന്നെ നിങ്ങൾ ആലോചിച്ചിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടോളി. എന്നിട്ട് കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾ വണ്ടി തിരിച്ചാ ആരും വന്നിട്ട് ബാക്കിൽ കുത്തൂല. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായില്ല. ആക്സിഡന്റ് ഉണ്ടാകുന്ന പേടിച്ചിട്ട് വണ്ടി ഓടിക്കാത്ത കുറെ ആളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്താ പേടി? ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ല പാങ്ങിൽ അറിയാഞ്ഞിട്ടാണ്. പാങ്ങിൽ അറിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവില്ല. നിങ്ങളാരും പേടിക്കും വേണ്ട. നിങ്ങൾ നല്ല ധൈര്യത്തിന് വണ്ടി എടുത്തോളി, പോയിക്കോളി. പക്ഷെ കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്.